ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വിഷൻ. ഇന്ന് മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ ഫിലിമുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പല വലിയ വലിയ ഫ്ലാറ്റുകൾ, വില്ലാസ്, ഇതിൻ്റെ എല്ലാം മുന്നിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അവിടെ നല്ല അടിപൊളി ഗാർഡനിങ് ഒക്കെ ചെയ്ത് അതിൽ നമുക്ക് ചെറിയ മൗണ്ടൻസ്, അതിൽ നിന്നും വെള്ളച്ചാട്ടമൊക്കെ വരുന്നുണ്ടാവും. ഓക്കെ, ഇതൊക്കെ വലിയ കോസ്റ്റ്ലിയാണ്. പക്ഷേ നമ്മൾക്കും നമ്മുടെ വീട്ടുമുറ്റത്ത് ഇതുപോലെ തന്നെ നമ്മൾക്കും സെറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് കണ്ടില്ലേ, ഈ ഒരു ചെറിയൊരു മൗണ്ടൻ, അതിൽ നിന്ന് വെള്ളച്ചാട്ടം പോലെ താഴേക്ക് വെള്ളം ഒഴുകുന്നു. അതുപോലെ അതിൻ്റെ താഴെയെല്ലാം ചെറിയ ചെറിയ ബബിൾസ് ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്ര മനോഹരമാണ് അല്ലേ ഇത് കാണാൻ. ഇത് ഞാൻ തന്നെ സ്വയം എൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയതാണ്. നമ്മൾക്കും ഇതുപോലെ നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളാണ്. നമ്മൾ ഈ വിചാരിക്കുന്ന പോലുള്ള വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നുമില്ല. നിങ്ങളൊന്ന് ശരിക്കും ശ്രദ്ധിച്ചു നോക്കുക, എത്ര മനോഹരമാണല്ലോ ഇത് കാണാൻ. ഒന്നാമത് നല്ല മഴ പെയ്യുന്നൊരു സമയമാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാലോ, ഇപ്പോഴത്തെ ക്ലൈമറ്റ് ആകെ ഫുള്ള് മഴ തന്നെയാണ് അല്ലേ? അപ്പോൾ ഈ മഴയത്ത് ഇതിന്ന് കണ്ടിരിക്കാൻ വളരെ രസകരമാണ്. രാവിലെയും അതുപോലെ വൈകിട്ടുള്ള സമയങ്ങളിലെല്ലാം ഒരു ചെറിയൊരു ചായയൊക്കെ കുടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇവിടെ വന്നിരുന്ന് ഈ കാഴ്ച ഒന്ന് കണ്ടിരുന്ന് ചായയൊക്കെ കുടിക്കാനൊക്കെ വളരെ രസകരമാണ് അല്ലേ? ഇതുപോലൊരു ഗാർഡൻ, അതുപോലെ തന്നെ ചെറിയൊരു മൗണ്ടൻ, അതുപോലെ തന്നെ ഇതേപോലൊരു ചെറിയൊരു വെള്ളച്ചാട്ടം, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾക്കും സെറ്റ് ചെയ്യാൻ സാധിക്കും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. നിങ്ങൾക്കിത് ചെയ്യാനൊക്കെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു ചോദിച്ചാൽ എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യാന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ മനോഹാരിത ഒന്ന് നോക്കൂ, എന്തൊരു ഭംഗിയാണല്ലേ കാണാൻ. എല്ലാ ആംഗിളിൽ നിന്നും ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ടേജിൽ നിന്ന് സൈഡ് വ്യൂ ഉണ്ട്, ഗേറ്റിൻ്റെ സൈഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്, ടോപ്പ് വ്യൂ ഉണ്ട്, മുകളിൽ നിന്ന് എടുത്തിട്ടുണ്ട് താഴോട്ടേക്ക്. എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും അല്ലേ? എന്തൊരു മനോഹരമാണല്ലോ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും വലിയ പൈസ ആയിട്ടുണ്ട് എന്നൊക്കെ വിചാരിക്കും. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. അധികം പണമൊന്നും നമുക്ക് മുടക്കേണ്ട. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കും ഇതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ മുറ്റത്ത് ഇതുപോലെ ചെയ്യുവാൻ സാധിക്കും. നിങ്ങളത് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഇത് നമ്മുടെ ഒരു മതിൽ കണ്ടില്ലേ? ഈ മതിലിനോട് ചേർന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു മൗണ്ടൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ? നമുക്ക് അതിൻ്റെ ഉൾവശത്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിൽ മതിലിനോട് ചേർന്നിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചെറിയ പാറക്കഷ്ണങ്ങൾ കണ്ടില്ലേ, അതെല്ലാം അമർത്തി വെച്ചതാണ്. ഇതൊക്കെ അമർത്തി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ആ ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സിമെൻറ്റ് കൊണ്ട് ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതിലൊക്കെ പൂപ്പൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയല്ലേ ഇത് കാണാൻ. ഓക്കെ, ഇതുപോലുള്ളതെല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ താഴേക്ക് വരുന്ന ബബിൾസ് കണ്ടില്ലേ, ഇതൊക്കെ വെള്ളാരം കല്ലുകൾ, ചെറിയ ചെറിയ കല്ലുകൾ. ഇതൊക്കെ നമുക്ക് പണം കൊടുത്തൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലോ അടുത്ത വീടുകളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീടുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടാവുന്ന സമയത്ത് പൂഴി ധരിക്കുമ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ വെള്ളാരം കല്ലുകളാണ് ഇതെല്ലാം അവിടുന്ന് ചെറിയ ചെറിയ ബാഗ്സിൽ കളക്ട് ചെയ്തിട്ട് ഞാനിവിടെ കൊണ്ടുപോയി വെച്ചതാണ്. അല്ലാതെ ഇതിനൊന്നും വലിയ മുടക്കുകളൊന്നും വന്നിട്ടില്ല. പക്ഷേ വലിയൊരു വീട്ടിലൊക്കെ കാണുന്ന, അതായത് ലക്ഷറി ഫ്ലാറ്റ്സ്, വില്ലാസ്, അതിൻ്റെയൊക്കെ മുന്നിൽ കാണുന്ന ആ ഒരു ലുക്കില്ലേ കാണാനും. ഓക്കെ, ഇതുപോലെ നമ്മൾക്കും നമ്മുടെ വീട്ടിൽ ഇതുപോലെയുള്ളൊരു ഗാർഡൻ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളാണ്. ഓക്കെ, എങ്ങനെയുണ്ട് വീഡിയോ? നല്ല ഭംഗിയല്ലേ കാണാൻ. നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ഗാർഡൻ, അതുപോലെ തന്നെ മൗണ്ടനൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഇത് സിമ്പിളായിട്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ആ ഒരു നിങ്ങൾ കാണുന്നില്ലേ, അതിൻ്റെ വാളിൻ്റെ മേലെ കംപ്ലീറ്റ് ഒരു തരം വള്ളി പോലെ പടർന്നിരിക്കുന്നത് കണ്ടില്ലേ? അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം നല്ല ഭംഗിയാണ്. കാരണം ഒന്നാമത് ഇതിൻ്റെ മേലെയെല്ലാം വെള്ളം വന്നിരിക്കുന്ന സമയത്ത്, ഇപ്പം ഒന്നാമത് മഴയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ? അപ്പം ഈ വെള്ളമെല്ലാം വന്ന് നിൽക്കുന്ന സമയത്ത് നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇതുപോലെ നമ്മുടെ വീട്ടിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. വലിയ മുതൽ മുടക്കൊന്നും നമുക്ക് ഇതിന് ആവശ്യമില്ല. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ഗാർഡൻ സെറ്റിങ്സ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ പോട്ട്സിൽ പ്ലാന്റ്സുകൾ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ചെറിയ ചെറിയ സൈഡിലെല്ലാം അതും വെച്ചിട്ടുണ്ട്. നമുക്കത് ഇതുപോലെ മനോഹരമായ ഒരു ഗാർഡൻ നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് വിചാരിച്ചാൽ മതി. പ്രത്യേകിച്ചും ഇപ്പോഴൊക്കെ നമുക്ക് ലോക്ക്ഡൗൺ സമയമാണ്. ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമുക്ക് വെറുതെ ഇരിക്കുകയാണ് ഏതായാലും അല്ലേ? അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ച് കൊടുത്താൽ ഇപ്പോഴാണെങ്കിൽ അധികം നനയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം മഴ പെയ്യുന്നത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കുഴിച്ചിട്ടാൽ മാത്രം മതി. കുറച്ച് ചട്ടികളെല്ലാം മേടിച്ച് കുഴിച്ചിടുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഇതേപോലെ തന്നെ ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ കുറച്ച് കരിങ്കല്ലിൻ്റെ പീസുകൾ മാത്രം മതി. ഇത്ര വലുത് വേണ്ട എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഗാർഡൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. മതിലിനോട് ചേർന്നിട്ട് ഇതുപോലെ ചെയ്താൽ മതി.
ഓക്കെ, എങ്ങനെയുണ്ട് വീഡിയോ? അടിപൊളി വീഡിയോ അല്ലേ? വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ എത്രത്തോളം ഭംഗിയുണ്ട് ഇത്, അതുപോലെ തന്നെ എങ്ങനെയെല്ലാമാണ് ഇത് സെറ്റ് ചെയ്തതെന്നൊക്കെ അറിയുള്ളൂ. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുന്ന സമയത്ത് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയെല്ലാമാണ് ഇത് സെറ്റ് ചെയ്തത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. എന്തെല്ലാം സാധനങ്ങളാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത്. ഈ ഒരു ഇതിന് ഗാർഡൻ നമുക്കറിയാം, നമ്മൾ ഗാർഡനിൽ പോയി കഴിഞ്ഞാൽ മീൻസ് നഴ്സറികളിലെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് എത്രത്തോളം ചാർജ് വരുന്നുള്ളത് നമുക്കറിയാമല്ലോ. എത്രയും ചെടികളെല്ലാം നമുക്ക് മേടിച്ച് വരുന്ന സമയത്ത് ഇതെല്ലാം നമ്മുടെ തൊട്ട വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാലും അവിടെയെല്ലാം ഉണ്ടാവും. നമുക്ക് ചെറിയൊരു കൊമ്പുകൊണ്ടേക്ക് വെച്ചിട്ടാൽ ഓരോ ചെടികൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു മൗണ്ടൻ സെറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ചൊരു മണ്ണും അതുപോലെ തന്നെ കുറച്ച് പാറപ്പൊടി അതുപോലെ തന്നെ കുറച്ച് കരിങ്കല്ലിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നമുക്കിതുപോലെ മനോഹരമായിട്ടുള്ള ഒരു മൗണ്ടൻ, വാട്ടർഫോൾ മൗണ്ടൻ നമുക്ക് വീടിൻ്റെ മുന്നേ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, വീഡിയോ ഉഷാറല്ലേ? അടിപൊളിയല്ലേ? ഓക്കെ, ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി വീഡിയോസ് ഞാൻ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഓക്കെ, എല്ലാ ഗ്രൂപ്പിലേക്കും അയച്ചു കൊടുക്കുക. ഓക്കെ, ഇനിയും ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.